Hello friends, keralacarsന്റെ മറ്റു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാള അടുത്ത് അഷ്ടമിച്ചിറയാണുള്ളത്. ഇവിടെ നമ്മൾ 2001 മോഡൽ Toyota Qualis FS ഒരു മാനുവൽ ഡീസൽ വാഹനത്തിന്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. അതിനുമുമ്പ് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ കേരള കാർസ് എന്നുള്ള എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ ചെയ്യുന്ന പോലെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നമ്മുടെ ചാനൽ വഴി ഞാൻ കാര്യമായിട്ട് ചെയ്യുന്ന വാഹന സംബന്ധമായ കാര്യങ്ങളാണ്. അത് കൂടാതെ നിങ്ങൾ എന്തെങ്കിലും വീടും പറമ്പോ വസ്തുക്കളോ സ്ഥലങ്ങളോ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു പ്രൊമോഷൻ ഞാൻ ഇതുപോലെ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഞാനായിട്ട് അറിയിക്കാൻ വേണ്ട ഒരു നമ്പറാണ് താഴെ സ്ക്രോളിംഗ് കാണിക്കുന്നത്. അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ്. അതിനകത്തേക്ക് ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളൊന്നും വാട്സപ്പ് ചെയ്താൽ വരും ദിവസങ്ങളിൽ നമ്മളവിടെ വന്ന് വീഡിയോ എടുക്കുന്നതായിരിക്കും. അതും കേരളത്തിൻ്റെ ഉള്ളിൽ എവിടെയാണെങ്കിലും വന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. പലപ്പോഴും അങ്ങനെ ആ താഴെ സ്ക്രോളിംഗ് കാണിക്കുന്ന നമ്പർ കാണുമ്പോൾ നിങ്ങൾ ആർസോണർ നമ്പറാന്ന് തെറ്റിദ്ധരിച്ച് എന്നെ വിളിക്കാറുണ്ട്. അതുപോലെ പലരും ആ നമ്പർ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് ആ വണ്ടി കിട്ടോ ഈ വണ്ടി കിട്ടുമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യുന്നു വെച്ചാൽ നിങ്ങൾ ഏത് വണ്ടിയാണ് എന്താണോ വേണ്ടത് എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ അറിയിക്കുക ചെയ്താൽ വരും ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ചെയ്യുള്ളൂ. ആ വീഡിയോയ്ക്കകത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ ഓണർ നമ്പർ കാര്യങ്ങൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്പെക്റ്റിംഗ് പ്രൈസ് കാര്യങ്ങളൊക്കെ കൊടുക്കും. അല്ലാതെ പേഴ്സണലായിട്ട് വാട്സപ്പിലൂടെ അല്ലെങ്കിൽ മറ്റേതിലൂടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അയച്ചുകൊണ്ടുള്ളൊരു വണ്ടി കച്ചവട കാര്യങ്ങളോ നമ്മൾ ചെയ്യുന്നില്ല. പലർക്കും നമ്മളങ്ങനെ ചെയ്യുന്നില്ല പറയുമ്പോൾ ഒരു ദേഷ്യം പോലെയൊക്കെ കരുതി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. മുൻപ് ഞാൻ വീഡിയോയിൽ എപ്പോഴും പറയുമ്പോൾ എനിക്കത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ പറയാതാകുമ്പോൾ ഒത്തിരി അധികം കോളുകളും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഈ വാഹനത്തെക്കുറിച്ചുള്ള സകല വിവരങ്ങളും ഇവർ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്പെക്റ്റിംഗ് പ്രൈസും ഞാൻ വന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വീഡിയോയ്ക്കകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ നിങ്ങളുടെ ഒരുവിധമുള്ള സംശയങ്ങൾ തീരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വില ഒരിക്കലും ഇതിൻ്റെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് അല്ല. അപ്പോൾ അത് എത്രമാത്രം കുറയും, അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതലായിട്ട് എന്തെങ്കിലും ഫോട്ടോസോ എന്തെങ്കിലും പേപ്പേഴ്സിൻ്റെ കോപ്പി, ഇതിപ്പോൾ ഒരു യൂസ്ഡ് കാർസ് ഷോറൂമിൽ കിടക്കുന്ന വാഹനമാണ്. അപ്പോൾ ഇവർ നിങ്ങളുടെ അടുത്തുള്ള വല്ല വാഹനം ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ഇവർ താല്പര്യപ്പെടുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ അവരായിട്ട് തന്നെ ബന്ധപ്പെട്ട് വരും. കാരണം യാതൊരു നിലക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ കേരള കാർസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതല്ല. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വന്നിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ 2001 മോഡൽ Toyota Qualis FS വാഹനമാണ്. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുന്നുള്ളൂ. സെൻട്രൽ AC സെൻട്രൽ ലോക്കോ പവർ വിൻഡോസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വൃത്തി എന്ന് നമുക്ക് പറയാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഈ വാഹനം ഏകദേശം ഒരു 10 സീറ്റ് ഇതാണ് വരുന്നത്. കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു, സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അതേപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ പേപ്പർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പുതിയ ടെസ്റ്റാണ് കിടക്കുന്നത്. 2023 മാർച്ച് വരെ വാഹനത്തിന് ടാക്സ് ബാക്കി നിൽക്കുന്നുണ്ട്. പുതിയ ഇൻഷുറൻസ് ആണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് കിടക്കാം. ഇതാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ 2001 മോഡൽ Toyota Qualis FS ഡീസൽ മാനുവൽ ഓപ്ഷൻ വാഹനം. വാഹനത്തിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ ഇരിക്കുന്ന വാഹനമാണ്. ഒന്നാമത് ഈ വാഹനത്തിൻ്റെ ടെസ്റ്റ് കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെതായ ഒരു വൃത്തി നമുക്ക് മൊത്തത്തിൽ ഈ വാഹനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ പേപ്പർ ഭാഗം നോക്കുകയാണെങ്കിൽ 2001 മോഡൽ വാഹനമാണ്. 2001 മോഡൽ FS ആണ് വരുന്നത്. വാഹനത്തിൻ്റെ നിലവിൽ പേപ്പർ 2026 വരെ ടെസ്റ്റ് ബാക്കി നിലനിൽക്കുന്നുണ്ട്. അടുത്ത വർഷം 2023 മാർച്ച് വരെ വാഹനത്തിന് ടാക്സും ബാക്കി നിലനിൽക്കുന്നുണ്ട്. പുതിയ ഇൻഷുറൻസ് ആണ് വാഹനത്തിന് വരുന്നത്. വാഹനത്തിൻ്റെ വശങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ ടെസ്റ്റിന് വേണ്ടി അവർ പെയിൻ്റൊക്കെ ടച്ച് ചെയ്ത് നല്ല വൃത്തിയിലായിരിക്കുന്നത്. നിലവിൽ നമുക്ക് പാച്ചോ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. വശങ്ങളിലും തന്നെ ഗ്ലാസ് കാര്യങ്ങളെല്ലാം ഒരേ സീരീസിൽ തന്നെ കിടക്കുന്ന ഗ്ലാസ്സുകളാണ്. വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡ് കണ്ട അതേ ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള പാച്ചോ തുരുമ്പോ പെയിൻറ്റിനും കോട്ടങ്ങളോ ഒന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഒന്ന് പെയിൻറ്റൊക്കെ ടച്ച് ചെയ്ത് വൃത്തിയാക്കിയിട്ട് തന്നെ നിൽക്കുന്നത്. എന്നാലും ചെറിയ ലെവലിൽ 1-2 സ്ക്രാച്ച് ബമ്പറിൻ്റെ കോർണറിൽ മാത്രം നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ. ഈ ഒരു വശത്തിൽ തന്നെ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് മാറ്റം ചെയ്തതായിട്ട് നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല. എല്ലാം ഒരേ സീരീസിൽ കിടക്കുന്ന ഗ്ലാസ്സുകൾ തന്നെയാണ് ഈ ഒരു സൈഡ് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ പുറകുവശത്തേക്ക് നോക്കിയാലും തന്നെ എല്ലാം ഒരു ഒറിജിനലിറ്റോട് കൂടിയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാര്യമായ എക്സ്ട്രാ ഫിറ്റിങ്സോ ഒന്നും തന്നെ കയറിയിട്ടില്ല. ചെറിയ ലെവലിലെ സ്റ്റിക്കർ വർക്കുകൾ എടുത്തു എന്ന് മാത്രം. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ബാഡ്ജിങ്ങൾ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടെ തന്നെ FS മാറ്റിയിട്ട് അവർ GS എന്നുള്ളൊരു സ്റ്റിക്കർ ഒട്ടിച്ചു എന്നുള്ളൂ. വണ്ടിയുടെ ടൈൽ ലാമ്പുകൾ കാണുന്നത് തന്നെ നോക്കിയാൽ തന്നെ യാതൊരു വിധത്തിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഈ ഒരു വശത്ത് പുറകുവശത്ത് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ നമ്മൾ വാഹനത്തിൻ്റെ പുറത്തെ വിശേഷങ്ങളുണ്ട്. നമുക്കിനി വാഹനത്തിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒന്ന് നോക്കാം. വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ വാഹനം ഒരു FS ആയതുകൊണ്ട് തന്നെ AC പവർ സ്റ്റിയറിംഗ് എന്നിവ വരുന്നുണ്ട്. സെൻട്രൽ ACയോ സെൻട്രൽ ലോക്കോ എന്നിവ ഈ വാഹനത്തിന് വരുന്നില്ല. ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ അവർ ചെറിയ ലെവലിൽ പെയിൻ്റൊക്കെ അടിച്ച് നമ്മുടെ സീറ്റ് കവറിൻ്റെതായ ലെവലിലേക്കുള്ളൊരു കളർ ടച്ചിലേക്ക് ഒരു ഡാഷ്ബോർഡ് മാറ്റിയിട്ടുണ്ട്. AC വിൻഡുകളിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു AC വിൻഡ് മിസ്സായി നല്ലത് വേറെ കാര്യമായ പരിക്കളൊന്നും തന്നെ ഡാഷ്ബോർഡിൽ നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല. അത്യാവശ്യം ഒരു ഒറിജിനലിറ്റോട് കൂടിയിട്ട് തന്നെയാണ് വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് നമുക്ക് കണ്ടിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീലും തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ ആ ഒരു സെൻട്രലൊരു പെയിൻറ്റിംഗ് ഒക്കെ കൊടുത്ത് ഒരു സ്റ്റിയറിംഗ് വീലിന് ഒരു കവറൊക്കെ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. വേറെ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൽ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല. വാഹനത്തിൻ്റെ ഫ്രണ്ട് സീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു 10 സീറ്റ് പെർമിറ്റ് വാഹനമായതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ബെഞ്ച് സീറ്റാണ് വരുന്നത്. സീറ്റ് കവർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വൃത്തി നമുക്ക് ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ടിലെ കോ ഡ്രൈവർ സൈഡും സീറ്റ് കവറുകൾ തമ്മിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. രണ്ട് കവറാണ് കിടക്കുന്നത്.
വാഹനത്തിൻ്റെ പുറകിലെ സെൻട്രൽ ഡ്രോയിലും ഏറ്റവും പുറകിലും തന്നെ സീറ്റ് കവർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് കണ്ടീഷനിലിരിക്കുന്ന സീറ്റ് കവർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അത്യാവശ്യം നല്ല ലെവലിൽ കരിമ്പനൊക്കെ അടിച്ച് നമുക്ക് വൃത്തികേടായിട്ട് തന്നെയാണ് കാണുന്നത്. സത്യത്തിൽ ഇതിൻ്റെ സീറ്റ് കവർ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇൻറ്റീരിയർ നല്ലൊരു ക്വാളിറ്റി നമുക്ക് പറയാൻ സാധിക്കും. ഈ വാഹനത്തിൻ്റെ റൂഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ലെവലിലെ ചളികൾ നമ്മൾ ഇത്രയും വർഷം യൂസ് ചെയ്യുന്ന ലെവലിലെ ചളികൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ടെന്നുള്ളൂ. വേറെ കാര്യമായ പരിക്കളൊന്നും തന്നെ റൂഫിൽ സംഭവിച്ചിട്ടില്ല. ഒന്ന് ക്ലീനിങ് കൊടുക്കേണ്ടതായിട്ട്. ഈ വാഹനത്തിൻ്റെ ഡോർ പാഡുകൾ നോക്കുകയാണെങ്കിൽ 4 ഡോർ പാഡും ഒരേപോലെ നല്ല 4 ക്വാളിറ്റിയിലിരിക്കുന്ന ഡോർ പാഡ് തന്നെയാണ്. എവിടെ തന്നെ കീറുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഡോർ പാഡിൻ്റെ റെക്സിനുകൾക്ക് സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ 4 ഡോറും പവർ വിൻഡോസ് അല്ല വരുന്നത്, മാനുവൽ വിൻഡോ ആണ് വരുന്നത്. വാഹനത്തിൻ്റെ ഫ്ലോറുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ മാറ്റ് ഫ്ലോറിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ എക്സ്ട്രാ ഒരു റബ്ബറിൻ്റെ കട്ട് മാറ്റുകളും അവർ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ മീറ്റർ റീഡിംഗ് നോക്കുകയാണെങ്കിൽ 2,50,840 കിലോമീറ്റർ ഓടിയിട്ടുള്ള മീറ്റർ റീഡിംഗ് കാണിച്ചിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ജെന്യൂൻ കിലോമീറ്റർ ആവാൻ തന്നെ ചാൻസ് ഉള്ളൂ. ഈ വാഹനത്തിൻ്റെ ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് 2 ടയർ ഏകദേശം ഒരു 10-75% മുകളിൽ വരുന്നത് 2 നല്ല ടയേഴ്സിൻ്റെ കിടക്കുന്നുണ്ട്. റീബെൽറ്റും നല്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ കിടക്കുന്ന 2 നല്ല ടയേഴ്സിനാണ് ഫ്രണ്ടിൽ വരുന്നത്. വാഹനത്തിൻ്റെ പുറകുവശത്തെ ടയറുകൾ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് കണ്ടീഷനിൽ ഏകദേശം ഒരു 10-20% മുകളിൽ വരുന്ന 2 ടയേഴ്സിനാണ് വരുന്നത്. സ്റ്റെപ്പിനി ടയറും തന്നെ ഏകദേശം ഒരു 10-30% വരുന്ന നല്ലൊരു ടയറിൻ്റെ സ്റ്റെപ്പിനായിട്ട് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു എഞ്ചിൻ വാഹനമാണ്. യാതൊരു വിധത്തിലുള്ള ഓയിൽ ലീക്കുകളോ ഡീസൽ നനവോ ഒന്നും തന്നെ നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിൻ സൈഡിൽ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അത് നോക്കിയാൽ കാണാം, അത്യാവശ്യം നല്ലൊരു ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ റൂമിലാണ് തന്നെ കാര്യമായ എക്സ്ട്രാ ഫിറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല. എല്ലാം ഒരു ഒറിജിനാലിറ്റിയോട് നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് കാണുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീനിലാണ് അവർ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം വെച്ചിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ നമ്മൾ വണ്ടിയുടെ നല്ല നല്ല വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. വാഹനത്തിൽ അങ്ങനെ നെഗറ്റീവായി നോക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ 1-2 കാര്യങ്ങളുള്ളൂ. അതിപ്പോൾ നമ്മൾ എന്തായാലും ഒരു വാഹനം എടുക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ നമ്മൾ കാശിറക്കേണ്ടിട്ടില്ല. അങ്ങനെ വന്ന 1-2 കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് ചെറിയ പെയിൻറ്റിൻ്റെ അവിടെയൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണ്ടോ ഈ ബമ്പറിൻ്റെയൊക്കെ സൈഡ് ഉണ്ടല്ലോ ചെറിയ ചെറിയ ഓരോരോ സ്ക്രാച്ചുകൾ, അങ്ങനെയുള്ള ചെറിയ വരകളും കുറികളും അല്ലാതെ വേറെ ഒന്നും തന്നെ നമുക്ക് ഈ വാഹനത്തിൽ കണ്ടിട്ടില്ല. പിന്നെ ഒന്ന് ഇൻറ്റീരിയർ ക്ലീനിങ് കൊടുക്കുക, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ സീറ്റ് ഓരോ കാര്യങ്ങളൊക്കെ ഇതാക്കുക. AC കാര്യങ്ങളെല്ലാം പക്ക പ്രോപ്പറായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. വണ്ടി ഞാൻ ഓടിച്ച് നോക്കിയിട്ടും എനിക്ക് യാതൊരു വിധത്തിലും നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് വാഹനത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പുറമെ കാണുന്ന അതേ ഒരു ക്വാളിറ്റി തന്നെ വാഹനം ഡ്രൈവ് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും 2001 വണ്ടിയല്ല, ചെറിയ ലെവലിൽ 1-2 അടിപിടിയും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് തോന്നിയിട്ടുള്ളൂ. ഈ വാഹനത്തിന് ഈ 2001 ടൊയോട്ട ക്വാളിസ് FSന് അവർ ചോദിക്കുന്ന വില 1,55,000 രൂപ ചോദിക്കുന്നുണ്ട്. പക്ഷേ 1,55 ചോദിക്കുന്നുണ്ടെങ്കിലും പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ. അത് എത്രമാത്രം കുറയും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതലായിട്ട് എന്തെങ്കിലും ഫോട്ടോസോ പേപ്പേഴ്സിൻ്റെ കോപ്പി വേണമെങ്കിൽ ഇതുമായിട്ട്, അതായത് ഇതിൻ്റെ ഓണറുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് ഇപ്പോൾ അത് സ്ക്രീനകത്ത് കൊടുത്തിട്ടുള്ളത്. ഈ വാഹനം ഇപ്പോൾ നിലവിൽ കിടക്കുന്ന മാള അഷ്ടമിച്ചിറ റോഡിലുള്ള നമ്മുടെ ഈ ബിസ്മി യൂസ്ഡ് കാർസിലേക്ക് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ യൂസ്ഡ് കാർസ് ഷോറൂമായുണ്ട്. ഇവർ നിങ്ങളുടെ കയ്യിൽ വല്ല വാഹനം ഉണ്ടെങ്കിൽ അതുമായിട്ടൊക്കെ ഇവർ എക്സ്ചേഞ്ച് ചെയ്യാൻ ഇവർ താല്പര്യപ്പെടുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുടെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയാനോ ഈ വാഹനത്തിൻ്റെ ഒരു ഫൈനലായിട്ടൊരു പ്രൈസ് എന്താണെന്ന് അറിയാനും നിങ്ങൾക്ക് ഇവരുമായിട്ട് തന്നെ ബാക്കി നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അതിന് വേണമെങ്കിലും തന്നെ നിങ്ങൾ ഈ ഓണറായിട്ട് തന്നെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. പലപ്പോഴും നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാറില്ല, ലാസ്റ്റ് അത്ര മതിയോ അല്ലെങ്കിൽ ഇത്ര ഇതിൽ തരുമോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇന്ന വാഹനമുണ്ട് അതായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പലരും നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ കമൻറ്റുകൾക്ക് മറുപടി തരാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിത് ഇടനിലയിൽ നിൽക്കാത്തതുകൊണ്ട് എനിക്ക് ഈ വാഹനങ്ങളുടെ ഒന്നും വിലയുടെ കേസിൽ ഫൈനലായിട്ടൊരു തീരുമാനം പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളാണ് എൻ്റെ കയ്യിൽ ഇതേ വാഹനം ഇതിലും കുറഞ്ഞ വിലയ്ക്കുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരോട് നമ്പർ കമൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ ആരും തന്നെ നമ്പർ കമൻറ്റ് ചെയ്യാറില്ല. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഇതേ മോഡൽ വാഹനം ഇതിലും കുറഞ്ഞ വിലയ്ക്ക് എല്ലാം കൊടുക്കാണ്ടെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ പ്രത്യേകം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ വണ്ടിയുടെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ. അപ്പോൾ ഞാൻ വന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ഒരു പക്ഷേ ഞാൻ നോക്കി ഇഷ്ടപ്പെട്ടൊന്നും വരാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുമ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്ന ഒരു മെക്കാനിക്കിനെ ആരെങ്കിലൊക്കെ കൊണ്ടുപോയി ഓടിച്ച് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണ എടുക്കാമെന്നില്ല. കാരണം പലപ്പോഴും നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ലാസ്റ്റ് അത്രയ്ക്ക് കിട്ടുമോ അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കേരളാക്കാർസിൻ്റെ ഭാഗത്ത് ഒരു തരത്തിലുള്ള ഗ്യാരണ്ടി തരാത്തതുകൊണ്ടാണ് ഇതൊക്കെ തുടർന്ന് കാശ് കൊടുത്ത് മേടിച്ച് യൂസ് ചെയ്യുന്നത് നിങ്ങളാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലെന്നുള്ളത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. കാരണം നിങ്ങൾ വിചാരിക്കുന്ന ഒരു പർപ്പസിലേക്കോ കാര്യങ്ങൾക്കോ ഇതൊക്കെ നടക്കുമെന്നില്ല നോക്കുക. കാരണം ഇത്രയും വർഷം പഴക്കം ചെന്ന വാഹനമാണ്. പുതിയ വാഹനമാണെങ്കിൽ പോലെ തന്നെ നമുക്കൊരു പറയുന്നതിലൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഞാൻ വന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യങ്ങളാണ് നമ്മൾ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തി. ഇപ്പോൾ നമ്മൾ വന്ന് നോക്കിയ ഒരു 10 മിനിറ്റത്തെ പരിചയം നമുക്ക് ഈ വാഹനങ്ങളോടൊക്കെ ഉള്ളൂ. പിന്നെ ഇതൊക്കെ നെറ്റിലും ബോട്ടിലും ഓടുന്ന കാര്യമാണ്. ഒരു തരത്തിലുള്ള ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് കണ്ട കണ്ടീഷൻ ആവില്ല, ചിലപ്പോൾ 10 ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എപ്പോഴും വീഡിയോ ഒക്കെ കണ്ടിട്ട് വണ്ടികൾ മേടിക്കാൻ പോകുമ്പോൾ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ വിലയുടെ കേസിൽ ഒരു ഫൈനലായിട്ടൊരു തീരുമാനം പറയാൻ അവർക്ക് പറ്റുള്ളൂ. പലപ്പോഴും നമ്മുടെ നമ്പറിൽ വിളിച്ചിട്ട് എന്നോട് ചോദിക്കാറുണ്ട്, ചേട്ടാ എന്നാലും അത്രയ്ക്ക് കിട്ടുമെന്നില്ല. അപ്പോൾ നിങ്ങൾ എത്രയാണ് വില ഉദ്ദേശിക്കുന്നത്, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ആർസോണറായിട്ട് തന്നെ നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. കാരണം അവർ പറയുന്നൊരു വില നമ്മളിത് ഉൾപ്പെടുത്തി എന്നും മാത്രം. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ OLXൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ ആപ്പിലൊക്കെ അങ്ങനെയാണ് അവരൊരു വണ്ടി കൊടുക്കേണ്ടതെന്ന് പോസ്റ്റ് ചെയ്യുക. അവരുടെ ഇഷ്ടത്തിനുള്ളൊരു വിലയില്ലേ. അതേപോലെ അവർ നമ്മളോട് പറയുന്നൊരു വില നമ്മളത് കൊടുത്തു എന്നുള്ളൂ. ഞാൻ വീഡിയോ എടുക്കുന്നതിന് എൻ്റെ സർവീസ് ചാർജ് മേടിച്ചോടുകൂടി നമുക്ക് ഇതുമായിട്ടുള്ള ബന്ധം വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തുറന്ന് പിന്നെ നമ്മൾ വീഡിയോ ചെയ്ത് ആ വീഡിയോ മറ്റുള്ളവരിലേക്ക് റീച്ച് ആവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ വിലയുടെയൊക്കെ കേസിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾ തന്നെ ഒരു ധാരണ എത്തുക.
അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ ഇനി കോളിസുകളുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ അറിയിക്കുക ചെയ്താൽ വരും ദിവസങ്ങളിൽ എനിക്ക് കിട്ടുന്നതിനനുസരിച്ച് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത്രയും അർജൻറ്റാണ്, പെട്ടെന്നൊക്കെ വണ്ടി എടുക്കുന്നത്. ഇപ്പോൾ പലരും എന്നെ വിളിക്കാറുണ്ട്, ഓട്ടോ കിട്ടുമോ അല്ലെങ്കിൽ വെള്ളിമൂങ്ങ കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് പലരും വിളിക്കാറുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അതൊക്കെ അവരൊരു ഉപജീവന മാർഗ്ഗം കൂടി ആയിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെയൊക്കെ വാഹനങ്ങൾ പെട്ടെന്ന് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ മാത്രം വെയിറ്റ് ചെയ്തിരിക്കരുത്. കാരണം നമുക്കിപ്പോൾ ഒരാൾ വാഹനം കൊടുക്കാണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ടേംസും അവരുടെ ടേംസും ഒന്നായ മാത്രം നമ്മൾ വീഡിയോ ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെതായ ഒരു ഗ്യാപ്പ് വരും. അപ്പോൾ അല്ല നിങ്ങൾ പെട്ടെന്നൊക്കെ വണ്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വേറെ ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ചെയ്യുന്നവരുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ വേറെ OLXോ അങ്ങനെ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ നല്ല യൂസ്ഡ് ഷോറൂമൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അവരുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക എന്നല്ലേ എനിക്ക് പറയാൻ പറ്റും. പിന്നെ നിങ്ങളെപ്പോഴും വണ്ടി എടുക്കാൻ മുമ്പ് അതിൻ്റെ കണ്ടീഷനും കാര്യങ്ങളും അതുപോലെ തന്നെ 10 രൂപ കുറച്ച് നിങ്ങൾക്ക് എവിടുന്ന് വണ്ടി കിട്ടുന്നോ അവിടുന്ന് നിങ്ങൾ മേടിക്കുക എന്ന് തന്നെ ഞാനും പറയുള്ളൂ. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ മറ്റ് പല കോളിസുകളിലും ചെറിയ കാറുകളുടെയും വലിയ വാഹനങ്ങളിലൊക്കെ ഒത്തിരി അധികം വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ കയറി കേരള കാർസ് അടിച്ച് വീഡിയോ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വാഹനത്തിൻ്റെയൊക്കെ ചെയ്ത പോലെ തന്നെ വണ്ടിയെക്കുറിച്ചുള്ള സകല വിവരങ്ങളും അതിൻ്റെ ഓണറുടെ നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയ്ക്ക് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ചാനലിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങളോ കൂടുതലായിട്ട് എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ അറിയുക ചെയ്താൽ വരും ദിവസങ്ങൾ അങ്ങനെ തെറ്റുള്ള കാര്യങ്ങൾ തന്നെ വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. അതുപോലെ കൂടുതലായിട്ടുള്ള വീഡിയോസ് ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. കാരണം നിങ്ങളങ്ങനെ കമൻറ്റ് ചെയ്താൽ എനിക്ക് എൻ്റെ തെറ്റുകളും കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളങ്ങനെ പറഞ്ഞാലും നിങ്ങൾ ഏത് ടൈപ്പ് വാഹനമാണ് കൂടുതൽ പേര് നോക്കുന്നതെന്നുള്ളതും എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.